ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ദുഃഖ്രാന തിരുനാൾ. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഞാനിന്ന് രാവിലെ സുനിൽ എന്ന ഒരു സഹോദരൻ FBയിൽ എഴുതിയിട്ട ഒരു പോസ്റ്റ് വായിക്കാനിടയായി. എനിക്കതൊരു പുതിയ അറിവായിരുന്നു. തോമാശ്ലീഹായുടെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു സംഭവം ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ആനകൾക്ക് പോലും മാറ്റാൻ കഴിയാതിരുന്ന ഒരു വലിയ തടി തോമാശ്ലീഹ തൻ്റെ അത്ഭുത സിദ്ധി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ മാറ്റിയ ഒരു ചരിത്രകഥ. നിങ്ങളും ഇത് ഈ ദിവസം ഒന്ന് കേട്ടിരിക്കണമെന്ന് എനിക്ക് തോന്നി. ഇതേക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവര് ഇതൊന്ന് കേൾക്കണം കേട്ടോ. നമ്മിൽ പലരും തോമാശ്ലീഹായുടെ കേരളത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. എന്നാൽ 3-ാം നൂറ്റാണ്ടിലെ പുരാതന ക്രൈസ്തവ പാരമ്പര്യ ഗ്രന്ഥമായ ആക്ട്സ് ഓഫ് തോമസിലും മൈലാപ്പൂർ സാന്തോം ബസിലിക്കയുടെ പാരമ്പര്യത്തിലും പറയുന്ന അധികം ആരും ചർച്ച ചെയ്യാത്ത ഒരു മനോഹരമായ അത്ഭുത കഥയുണ്ട്. AD 1-ാം നൂറ്റാണ്ടിൽ തോമാശ്ലീഹ തമിഴ്നാട്ടിലെ മൈലാപ്പൂർ തീരത്ത് സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്ന കാലം. അക്കാലത്ത് കടലിലൂടെ ഒഴുകി വന്ന ഭീമാകാരമായ ഒരു വലിയ മരത്തടി മൈലാപ്പൂർ തീരത്തടിഞ്ഞു. കടൽ തീരത്തെ ഒരു പ്രധാന വഴി മുഴുവൻ തടസ്സപ്പെടുത്തിയാണ് ആ തടി കിടന്നിരുന്നത്. അവിടുത്തെ പ്രാദേശിക രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം കൊട്ടാരത്തിലെ ഏറ്റവും ശക്തരായ ആനകളെയും 100 കണക്കിന് സൈനികരെയും ഈ തടി മാറ്റാനായി നിയോഗിച്ചു. എന്നാൽ ദിവസങ്ങളോളം ശ്രമിച്ചിട്ടും ആനകൾ വലിച്ചിട്ടും ആ മരത്തടി ഒരങ്കുലം പോലും ചലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ സമയത്താണ് നമ്മുടെ തോമാശ്ലീഹായുടെ പ്രവേശനം. ഈ വിവരമറിഞ്ഞ് തോമാശ്ലീഹ രാജാവിൻ്റെ അടുത്തെത്തി. താൻ ആ തടി അവിടെ നിന്ന് മാറ്റിത്തരാമെന്നും പകരം ആ തടി ഉപയോഗിച്ച് ഒരു പ്രാർത്ഥനാലയം നിർമ്മിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. ആനകൾക്ക് പോലും മാറ്റാൻ കഴിയാത്ത തടി ഈ വൃദ്ധൻ എങ്ങനെ മാറ്റുമെന്ന് കരുതി രാജാവ് അത്ഭുതത്തോടെ സമ്മതിച്ചു. വിശുദ്ധ തോമാശ്ലീഹ പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ അരയിൽ കെട്ടിയിരുന്ന അരക്കച്ച അഴിച്ചെടുത്തു. അത് ആ ഭീമൻ മരത്തടിയിൽ ബന്ധിച്ചു. തുടർന്ന് ആനകൾക്ക് പോലും അസാധ്യമായിരുന്ന ആ തടി തൻ്റെ അരക്കച്ച മാത്രം ഉപയോഗിച്ച് തോമാശ്ലീഹ വളരെ എളുപ്പത്തിൽ വലിച്ച് കരയിലേക്ക് കയറ്റി. ആ മരത്തടി ഉപയോഗിച്ചാണ് മൈലാപ്പൂരിൽ തോമാശ്ലീഹ തൻ്റെ ആദ്യത്തെ പ്രാർത്ഥനാലയം പണിതുയർത്തിയതെന്ന് പാരമ്പര്യം പറയുന്നു. എന്നാൽ ഈ അത്ഭുതങ്ങളും തോമാശ്ലീഹായുടെ ജനപ്രീതിയും അവിടുത്തെ ചില ഉദ്യോഗസ്ഥരെയും പുരോഹിതന്മാരെയും അസ്വസ്ഥരാക്കി. രാജകൊട്ടാരത്തിലുള്ളവർ പോലും ക്രിസ്തുവിശ്വാസത്തിലേക്ക് മാറുന്നത് അവർക്ക് സഹിക്കാനായില്ല. അവർ വിശുദ്ധനെ വധിക്കാൻ അവസരം പാർത്തിരുന്നു. സഭാ പാരമ്പര്യമനുസരിച്ച് AD 72-ൽ മൈലാപ്പൂരിലെ ഒരു ചെറിയ കുന്നിൻ മുകളിൽ ഇന്ന് ഈ സ്ഥലം സെന്റ് തോമസ് മൗണ്ട് എന്നറിയപ്പെടുന്നു. തോമാശ്ലീഹ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ വളഞ്ഞു. ഒടുവിൽ ഒരു ഭടൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന മൂർച്ചയേറിയ കുന്തം കൊണ്ട് വിശുദ്ധന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയായിരുന്നു. ആ കുന്നിൻ മുകളിൽ ചോരയൊലിപ്പിച്ചു വീണ് പ്രാർത്ഥനയോടെ നമ്മുടെ കാവൽ പിതാവ് രക്തസാക്ഷിത്വം വരിച്ചു. ഇന്ന് ഈ ദുഃഖ്രാന തിരുനാളിൽ ഓർക്കുക, ചരിത്രത്തിൽ വലിയ ആനകൾ തോറ്റിടത്ത് തൻ്റെ അരക്കച്ച മാത്രം ഉപയോഗിച്ച് അത്ഭുതം പ്രവർത്തിച്ച വിശുദ്ധനാണ് തോമാശ്ലീഹ. ഈ ഫോട്ടോയിൽ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ തോമാശ്ലീഹായുടെ പാദസ്പർശനമേറ്റ തുരുത്തൂർ പള്ളിയിലെ തോമാശ്ലീഹായുടെ കിണറാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. AD 52-ൽ മാല്യങ്കരിയിൽ വന്നിറങ്ങിയ വിശുദ്ധ തോമാശ്ലീഹ തൻ്റെ സുവിശേഷ പ്രഘോഷണ യാത്രക്കിടയിൽ ഇവിടം സന്ദർശിച്ചു. ദാഹത്താൽ ക്ഷീണിച്ചു വലഞ്ഞ അദ്ദേഹത്തിന് അന്ന് അവിടെയുണ്ടായിരുന്ന സിനഗോഗിലെ യഹൂദർ കുടിക്കാൻ ജലം നൽകാതിരുന്നപ്പോൾ വിശുദ്ധൻ തൻ്റെ കരം ഈ മണ്ണിൽ സ്പർശിക്കുകയും അവിടെ നിന്ന് ഒരു ഉറവ ഉത്ഭവിക്കുകയും ചെയ്തു. പ്രസ്തുത ഉറവയാണ് ഇന്ന് ഈ കിണറായി രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിലെ മണ്ണും ജലവും പൂജ്യമായിട്ടാണ് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ തോമാശ്ലീഹയെക്കുറിച്ച് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ള മറ്റൊരു അത്ഭുതമുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പാലയൂരിലെ വെള്ളം മുകളിലേക്കുയർന്ന ഒരു അത്ഭുത കഥ. പാരമ്പര്യമനുസരിച്ച് പാലയൂരിൽ ബ്രാഹ്മണർ
തർപ്പണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് തോമാസ്ലീഹ അവരോട് യഥാർത്ഥ ദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അവർ അത് അംഗീകരിക്കാതിരുന്നപ്പോൾ അവർ ആകാശത്തേക്കെറിഞ്ഞ വെള്ളം താഴേക്ക് വീണെങ്കിലും തോമാസ്ലീഹ പ്രാർത്ഥിച്ചപ്പോൾ വെള്ളം വായുവിൽ നിലനിന്നുവെന്നും മുകളിലേക്ക് ഉയർന്നുവെന്നും പറയപ്പെടുന്നു. ഇത് കണ്ട ചിലർ ക്രിസ്തുമതം സ്വീകരിച്ചതായാണ് സഭാ പാരമ്പര്യം പറയുന്നത്. അതുപോലെ മലയാറ്റൂരിലെ ആ മലയിൽ തോമാസ്ലീഹ പ്രാർത്ഥിക്കുകയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മലമുകളിലേക്ക് കയറുകയും ചെയ്തതായി വിശ്വസിക്കുന്നു. അവിടെ പാറയിൽ അദ്ദേഹത്തിൻ്റെ കാൽപ്പാടിൻ്റെ അടയാളം പതിഞ്ഞതായി വിശ്വാസമുണ്ട്. അദ്ദേഹം സ്ഥാപിച്ച കുരിശിൽ നിന്ന് അത്ഭുതങ്ങൾ സംഭവിച്ചുവെന്ന വിശ്വാസവും നിലനിൽക്കുന്നു. ഇന്നും ആയിരക്കണക്കിന് തീർത്ഥാടകർ മല കയറി പ്രാർത്ഥിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നു. ഇതുപോലെ അനേകം അത്ഭുതങ്ങൾ തോമാസ്ലീഹ ചെയ്തതായി പറയപ്പെടുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും.